താങ്ക് യു അരുണേട്ടാ, ഇത്രയും വില കൂടിയ ബർത്ത്ഡേ ഗിഫ്റ്റിന്. ഇത് നീ എപ്പോ എടുത്തു? എന്നെ സർപ്രൈസ് ആക്കി പറ്റിക്കാന്ന് കരുതിയില്ലേ? ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇന്നെന്താ ഹോസ്പിറ്റലിൽ പോയില്ലേ? വയ്യ, പനി. അവരൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഓമനയമ്മായി, വിമലയിടത്തിയും പുഷ്പേച്ചിയും മീനച്ചെറിയമ്മയും ഒക്കെ ഉണ്ട്. എന്തിനാ എല്ലാരും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെ, ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികത്തിന് ഇക്കുറി ഭരതനാട്യം കളിക്കുന്നത് ഞാനാ. കേന്ദ്രമന്ത്രിയും വലിയ വലിയ VIP-കളും ഒക്കെ ഉണ്ട്. അതിന്റെ കാര്യം പറയാൻ അവര് വന്നിരിക്കണേ. അരുണേട്ടന് വൈകി ഇവിടെ കിടന്നോളൂ, ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അതെ, അരുണേട്ടൻ പനിച്ചു കിടക്കുക, ഇങ്ങോട്ട് വന്നോളൂ. ആഹാ, ഇതിപ്പോ കുറുന്തോട്ടിക്ക് വാദം വന്ന മാതിരി ആയല്ലോ. ഡോക്ടർമാർക്കും പനിക്കോ? കേട്ടോ അരുൺ, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഈ കുട്ടിയുടെ കലാവാസന മുരടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികത്തിന് ഒരു വേദി കിട്ടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. നാരായണേട്ടന്റെ സ്വാധീനം കൊണ്ടാ കിട്ടിയത്. മേക്കപ്പും കോസ്റ്റ്യൂമും കച്ചേരി സംഘക്കാരുടെ ചെലവുമെല്ലാം ഉൾപ്പെടെ ഞങ്ങൾ ഒരു 20,000 ദിർഹംസിന്റെ ബഡ്ജറ്റ് ഇട്ടേക്കണത്. പരിപാടിക്ക് കിട്ടാൻ വേണ്ടി എക്സ്പോഷർ വെച്ച് നോക്കിയാ ഇതൊരു സംഖ്യയേ അല്ലല്ലോ. സംഗതി ക്ലിക്കായ ഞങ്ങൾ എല്ലാവരും കൂടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങും. നോക്കിക്കോ, കലാമണ്ഡലം രാജശ്രീയുടെ ഭർത്താവായിട്ടാ പിന്നെ ഡോക്ടർ അരുൺകുമാർ അറിയപ്പെടുക. അപ്പോഴേ റിഹേഴ്സൽ തുടങ്ങാനും പ്രോഗ്രാം ഏർപ്പാടാക്കാനുള്ള കാശ് റൊക്കം കയ്യിൽ വേണം. ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റിന് അവധി പറയണ പോലെ പിന്നേക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഒറ്റ ഒരെണ്ണത്തിനോട് കാണാൻ പാടില്ല. Get out. Get out. അമ്മായി, ലോകത്തിൽ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുണ്ടായിട്ട് ഇങ്ങനെ ഒരു മന്തിപ്പാർവനാണല്ലോ എനിക്ക് കിട്ടിയത്. വേണുവേട്ടനെ ഒന്ന് കാണാൻ. ഹലോ എന്താ? എന്തു പറ്റി? നിന്റെ വണ്ടി എവിടെ? കംപ്ലൈന്റ് ആയ? വണ്ടിക്കല്ല, എനിക്കാ കംപ്ലൈന്റ്. എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ തകർന്നെടുക്കാൻ വേണം കേട്ടോ. ഇന്നത്തെ ജോലി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനും വരുന്നുണ്ട് ക്യാമ്പിലേക്ക്. എല്ലാവരുമായിട്ട് കൂടിയിട്ട് കുറേ കാലമായില്ലേ. ആയിക്കോട്ടെ. ഇന്ന് ചന്ദ്രേട്ടന്റെ വീടിന്റെ പാലുകാച്ചായിരുന്നു നാട്ടില്. അതിന്റെ പാർട്ടിയുണ്ട് ചന്ദ്രേട്ടന്റെ വക. ചില്ലറ മദ്യപാനമൊക്കെ ഉണ്ടാവും. കുഴപ്പമാവോ? എന്ത് കുഴപ്പം?